ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. എപ്പോഴെങ്കിലും പോരാ വിഷുക്കണി കാണേണ്ടത്. അതിനും ഒരു സമയമുണ്ട്. ഏത് സമയമാണെന്ന് നോക്കാം. കൊന്നപ്പൂക്കൾ നിറഞ്ഞ വഴികൾ പുതിയൊരു വിഷുക്കാലത്തെ നാം എല്ലാവരും കൂടി ചേർന്ന് വരവേൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഇനി അതിനായിട്ട് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. മലയാള പുതുവർഷത്തെ ആദ്യ ദിനമായ മേടമാസം 1-ാം തീയതി പുലർച്ചെയുള്ള ആദ്യ കാഴ്ചയാണല്ലോ വിഷുക്കണി. വിഷു ദിവസം ഉണരേണ്ട സമയം എപ്പോഴാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, കണിയുടെ മുഹൂർത്തം എപ്പോൾ എന്നതിനെക്കുറിച്ചെല്ലാം പണ്ടുള്ളവർ പറഞ്ഞ് ഒരു കൃത്യമായ ധാരണ മിക്കവാറും എല്ലാവർക്കും തന്നെ കാണും. പലർക്കും രാവിലെ 7 സമയത്താണ് വിഷുക്കണി കാണേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ട് അറിവില്ല എന്നതായിരിക്കും സത്യം. എപ്പോഴും വിഷുക്കണി കാണേണ്ട സമയത്ത് കണ്ടാൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടങ്ങളും ഉണ്ടാകും ഉറപ്പായിട്ടും. വിഷുക്കണി കാണാൻ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ പുലർച്ചെ 4:39-നും 5:26-നും ഇടയുമുള്ള ആ ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്താണ് കണി കാണുവാനായിട്ട് ഏറ്റവും നല്ല ഉത്തമമായ സമയം. ഈ സമയം വിഷുക്കണി കാണുന്നത് വഴി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നാണ് പണ്ട് മുതലേ പറഞ്ഞു വരുന്നത്. ഇനി കണി ദർശനത്തിന് സാധിക്കാത്തവർക്ക്, അതായത് രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആ ബ്രഹ്മമുഹൂർത്തത്തിൽ കണി കാണാൻ സാധിക്കാൻ പറ്റാത്തവർക്ക് സൂര്യൻ ഉദിച്ച് 2 നാഴിക കഴിയുന്നതിന് ഉള്ളിലായിട്ട് കണി കാണുന്നതും ഉത്തമമാണ് എന്നാണ് വിശ്വാസം. പുലർച്ചെ 4:39 മുതൽ 7:50 വരെയുള്ള സമയം വരെ കണി കാണുന്നതിന് അത്യുത്തമമായി പറയപ്പെടുന്നു. മാത്രമല്ല കണി ഒരുക്കിയിരിക്കുന്ന മുഴുവൻ വസ്തുക്കളിലേക്കും കണ്ണെത്തണമെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. കാരണം മൊത്തത്തിൽ നമുക്ക് ഭഗവാനെയും കണി വച്ചിരിക്കുന്ന ആ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ കണ്ണിൽ നിറഞ്ഞ് കാണുകയാണെങ്കിൽ ആ ഒരു വർഷം നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കുമെന്നും പറയപ്പെടുന്നു.